നേരിൻ്റെ വിജയം വെറും ഒരു തിരി മാത്രമേ കൊളുത്തിയിട്ടുള്ളൂ. അതിനു മുമ്പ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന കാര്യം പരിഗണിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എന്തായാലും ഖത്തർ മുതൽ കരുനാഗപ്പള്ളി വരെ മലൈക്കോട്ടെ വാലിബൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം ഇനിയും ഒരു മാസത്തോളമാണ് ഇതിൻ്റെ സിനിമ ഇറങ്ങാൻ ബാക്കി കിടക്കുന്നത്. 26-ാം തീയതിയാണ്, ജനുവരി 26-ാം തീയതി സിനിമ, 25-ാം തീയതി സിനിമ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം അതുതന്നെയായിരിക്കും. ഫാൻ ഷോസ് അങ്ങ് ചാർട്ട് ചെയ്യുകയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻ ഷോസ് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു നടൻ അത് മോഹൻലാൽ തന്നെയാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും റെക്കോർഡ് ഫാൻ ഷോസ് ചെയ്തിരിക്കുന്നത് മോഹൻലാൽ തന്നെയാണ്. എന്തിന് വിജയ് ഫാൻസിന് പോലും ആ റേഞ്ചിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ നമുക്ക് പറയാനുള്ള കാര്യം, ഖത്തറിൽ നിന്ന് കരുനാഗപ്പള്ളി വരെയുള്ള സ്ഥലങ്ങളിൽ മലൈക്കോട്ടെ വാലിബൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് തുറന്നു കഴിഞ്ഞപ്പോൾ സോൾഡ് ഔട്ട് ആകുന്നു, അതേപോലെ തന്നെ ഫാസ്റ്റ് ഫില്ലിംഗ് ആകുന്നു. അതുതന്നെയാണ് ഇന്നലെ തുടങ്ങിയ ഒരു ഫാൻ ഷോ 10 മിനിറ്റിന് തികയ്ക്കാൻ അതിനകത്ത് സാധിച്ചില്ല. അതിനു മുമ്പ് തന്നെ ടിക്കറ്റുകൾ തീർന്നു എന്നുള്ളതാണ്. 500-ഉം 1000-ഉം ആളുകൾ ഇരിക്കുന്ന തിയേറ്ററുകളിലുള്ള ഫാൻ ഷോസാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. അല്ലാതെ 250-ഉം 150-ഉം ആളുകൾ ഇരിക്കുന്ന തിയേറ്ററിലെ അല്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അതിഥി ഗംഭീരമായിട്ട് തന്നെയാണ് വാലിബൻ്റെ വരവ് എന്നുള്ളത് തന്നെയാണ്. ജനുവരി 25-ാം തീയതി മലയാളത്തിലെ തിയേറ്ററുകൾ നിന്ന് കത്തും. ഏകദേശം 600-ന് മുകളിലുള്ള തിയേറ്ററുകളാണ്. ഒരു പക്ഷേ കേരളത്തിലെ മുഴുവൻ തിയേറ്ററുകളും ഈ സിനിമ കൊണ്ടുപോകും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്താണേലും അതിഗംഭീരം എന്ന് തന്നെ പറയാം. മലൈക്കോട്ടെ വാലിബൻ്റെ ഓരോ പോസ്റ്ററുകൾ പുറത്തിറങ്ങുമ്പോൾ ഹൈപ്പ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഒരു രക്ഷയും ഇല്ലാത്ത ലെവലിൽ, പ്രത്യേകിച്ച് LJP എന്ന സംവിധായകന് മോഹൻലാലിനെ കിട്ടുമ്പോൾ അദ്ദേഹത്തിനെ അങ്ങ് ഞെക്കി പിഴിഞ്ഞ് ചാറൂറ്റിയെടുത്ത് കിടിലനായിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സിനിമയെക്കുറിച്ച് നമുക്കൊന്നും തന്നെ പറയേണ്ട കാര്യമില്ല. വേറെ തലത്തിലേക്ക്, ഒരു ഫെയറി ലാൻഡിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന സിനിമകളായിരിക്കും. ഒപ്പം മോഹൻലാലിനെ അങ്ങോട്ട് കിട്ടുമ്പോൾ നമ്മൾ ഈ തോർത്തൊക്കെ പിഴിയില്ലേ, അതേപോലെ പിഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അഭിനയസിദ്ധി മുഴുവൻ അങ്ങ് ഊറ്റിയെടുക്കും എന്നുള്ളതാണ്. എന്നിരുന്നാലും മോഹൻലാൽ എന്ന അത്ഭുത പ്രതിഭയുടെ 1% പോലും ഊറ്റിയെടുക്കാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. അതിൻ്റെ താഴെ നിൽക്കുന്ന പ്രകടനങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ ഇത്രയും നാൾ ഭയങ്കരമെന്ന് കൈയടിച്ചിട്ടുള്ളത്. അപ്പോൾ 1% എത്തിയാൽ ഏത് റേഞ്ചിലായിരിക്കും? ഇനിയും 99% യൂട്ടിലൈസ് ചെയ്യാൻ കിടക്കുന്നതേ ഉള്ളൂ. അതിനൊക്കെ ആളുകൾ ഉണ്ടോ എന്നുള്ളത് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. മലയാളത്തിലോ ഇന്ത്യൻ സിനിമയിലോ ഇദ്ദേഹത്തെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ സംവിധായകരും ആരുമില്ല എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും മലൈക്കോട്ടെ വാലിബൻ വരട്ടെ. മോഹൻലാൽ, മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഈ ഒരു സിനിമ തീ പിടിപ്പിക്കും എന്നുള്ളതിന് സംശയമില്ല. ഇവിടെ വിജയ് തീർത്ത് വെച്ച, അല്ലെങ്കിൽ വിജയ് വെച്ചിരുന്ന ഒരു റെക്കോർഡുണ്ട്. കേരള തിയേറ്ററുകളിൽ നിന്ന് ആദ്യ കളക്ഷൻ 12 കോടി എന്നുള്ളത്. അത് വെറും പകുതി ദിവസം കൊണ്ട് ഒരുപക്ഷെ മോഹൻലാൽ കടത്തി വെട്ടും എന്നുള്ളതാണ്. ഒരുപക്ഷെ സിനിമയുടെ ഒരു ഇതിഹാസമായിട്ടുള്ള ഒരു കളക്ഷനായിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും ലിജോ ജോസ് പെല്ലിശ്ശേരിയും മോഹൻലാലും കൈകോർക്കുമ്പോൾ അത്ഭുതങ്ങളിൽ കുറഞ്ഞ ഒന്നും തന്നെ പ്രതീക്ഷിക്കാനില്ല. അതിൻ്റെ തുടക്കം ഈ ഒരു തിരിയായിട്ട് നേരിട്ട് തന്നിട്ടുണ്ട്. അത് തീപ്പന്തം പോലെ ആളിക്കത്തിക്കാൻ ദിവസം ഇനിയും 24ഓളം ബാക്കി എന്ന് തന്നെ പറയാം. അപ്പോൾ ആരൊക്കെയാണ് ഫാൻ ഷോ ബുക്ക് ചെയ്തിരിക്കുന്നതാണ്, ആരൊക്കെയാണ് ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നത്, കമൻസിലൂടെ വരിക. ഇതിലെ ഓരോ പോസ്റ്ററും മിന്നിക്കുന്ന തുടക്കം തന്നെയാണ്, ഞെട്ടിപ്പിക്കുന്ന പ്രകടനമാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ പ്രതീക്ഷയ്ക്ക് മുകളിൽ നിൽക്കുന്നതോ ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷനും അഭിനയവുമായിരിക്കുമെന്നുള്ളതാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ലാൽ സലാം.